ADGP ബൽറാം കുമാർ ഉപാധ്യായ 24 ഈ കാര്യം സ്ഥിരീകരിച്ചു. മിഡ് നൈറ്റിലാണ്, 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് ചാട്ടം നടന്നത്. ചാട്ടം ജയിലിലെ വസ്തുക്കളും മറ്റു വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതും ജയിൽ മേധാവി ADGP ബൽറാം കുമാർ ഉപാധ്യായ 24 പറഞ്ഞു. SKN മറ്റൊന്ന്, ജയിൽ DIGയുടെ നേതൃത്വത്തിൽ ജയിൽ വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പ്രാഥമികമായി തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നു. അതിൽ അന്വേഷണം നടക്കുന്നു ജയിൽ DIG ഹരികുമാറിന്റെ നേതൃത്വത്തിൽ. അതിനുശേഷം കർശനമായ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് ജയിൽ മേധാവി പറഞ്ഞത്. അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഒരു നിഷ്ഠുരമായ കൊലപാതകി, ഒരു സ്ത്രീ പീഡകൻ ജയിൽ ചാടിയിരിക്കുന്നു. അതീവ സുരക്ഷാ ജയിലിലെ 10B ബ്ലോക്കിൽ നിന്നുമാണ് ചാടിയത്. ആ ചാടിയത് ജയിൽ വകുപ്പിൻ്റെ സുരക്ഷാ വീഴ്ചയാണെന്ന് പ്രാഥമികമായി തന്നെ ജയിൽ മേധാവി 24 സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രവുമല്ല SKN ഇപ്പോൾ പോലീസിന് വിവരം ലഭിച്ചത് 6 മണിക്കാണ്. ഈ കാര്യമാണ് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ എന്നാൽ 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ചാടിയത് എന്ന് ബൽറാം കുമാർ ഉപാധ്യായ സ്ഥിരീകരിക്കുമ്പോൾ സ്ഥിതിഗതികൾ അതീവ ഗൗരവമാണ്. കാരണം സംസ്ഥാനം വിട്ടുപോകാനുള്ള സമയം പോലീസ് ഈ വിവരം അറിയുന്നതിന് മുൻപ് തന്നെ ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചു. അതായത് നേരത്തെ ഞാൻ പ്രകടിപ്പിച്ച ആശങ്ക സ്ഥിരീകരിക്കപ്പെടുകയാണ് ജയിൽ മേധാവി. അതായത് 1 മണിക്കും 2 മണിക്കും ഇടയിൽ മിഡ് നൈറ്റിൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടി SKN. പക്ഷേ 6 മണിക്കാണ് പോലീസിന് വിവരം കണ്ണൂർ സിറ്റി പോലീസിന് ലഭിക്കുന്നത്. അതിനിടയിലുള്ള 5 മണിക്കൂർ 6 മണിക്കൂർ സമയം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ അതിർത്തി താണ്ടി കർണാടകത്തിലേക്കോ തമിഴ്നാട്ടിലേക്കോ കടക്കാൻ മതിയായ സമയം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ജയിൽ അധികൃതരുടെ, ജയിലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലിയ വീഴ്ചയാണ് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ കൂടി സ്ഥിരീകരിക്കുന്നത്. SKN ദീപകെ, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇയാളെപ്പോലെ കുറ്റവാളി, ഒരു തടവുകാരൻ, ജീവപര്യന്ത തടവുകാരൻ ജയിൽ ചാടി എന്ന് മനസ്സിലായാൽ മുഴക്കേണ്ട സൈറൻ മുഴക്കുകയോ അങ്ങനെയുള്ള റിയാക്ഷൻസ് ഒന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അപ്പോൾ അതും ഒരു വലിയ ഗുരുതരമായ വീഴ്ചയാണല്ലോ. കാരണം ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകേണ്ടതൊക്കെ തന്നെ ജയിൽ അധികൃതരുടെ ജോലിയാണ്. അതൊന്നും അവർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. ഏറ്റവും അടിസ്ഥാനപരമായി പോലീസിനെ അറിയിക്കാൻ പോലും അവർ മെനക്കെട്ടില്ല. അപ്പോൾ ഇത് മറച്ചു വയ്ക്കാനായിരുന്നു അവരുടെ ശ്രമം. SKN മറച്ചു വയ്ക്കാൻ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അവർ അറിഞ്ഞില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം 1 മണിക്ക് ജയിൽ ചാടിയത് അപ്പോൾ തന്നെ ജയിൽ അധികൃതർ അറിഞ്ഞിരുന്നുവെങ്കിൽ സിറ്റി പോലീസ് കമ്മീഷണറെ അറിയിച്ചാൽ ഉടനെ തന്നെ അവിടെ തന്നെ തൊട്ടടുത്ത് പോലീസ് സംവിധാനമുണ്ട്. കാരണം സിറ്റി പോലീസിന് പള്ളിക്കുന്നിലേക്ക് എത്താൻ 5 മിനിറ്റ് സമയം ധാരാളമാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ വസതിയിൽ നിന്നും ഈ ജയിലിലേക്കുള്ള ദൂരം പോലും ഏതാണ്ട് 10 മിനിറ്റിൽ താഴെയാണ് SKN. അങ്ങനെ നോക്കുമ്പോൾ പോലീസിന് പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ജയിൽ അധികൃതർ അറിയിച്ചില്ല എന്നുള്ളതാണ്. മറ്റൊന്ന് SKN, ഈ ബ്ലോക്ക്, അതായത് 10A 10B തുടങ്ങിയ അതീവ സുരക്ഷാ സെല്ലിന് പുറത്തു തന്നെ ജയിൽ വാർഡൻ്റെ ഡ്യൂട്ടി പോയിൻ്റ് ഉണ്ട്. ആ ഡ്യൂട്ടി പോയിൻ്റിലുള്ള വാർഡൻ ഇതറിഞ്ഞില്ലേ എന്നുള്ളതാണ്. മറ്റൊന്ന്, അവിടെയുള്ള ജയിൽ സൂപ്രണ്ട്, അതുപോലെ ജയിലിലെ മറ്റു ഓഫീസർമാരെല്ലാം, സുരക്ഷാ ദൗത്യമുള്ള ഉദ്യോഗസ്ഥരെല്ലാം, ജയിൽ സൂപ്രണ്ട് സ്വാഭാവികമായും 5 മണി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ടാവും. പക്ഷേ നൈറ്റ് ഡ്യൂട്ടിയിൽ അതീവ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇവരാരും അറിഞ്ഞില്ല, സൈറൻ മുഴക്കിയില്ല. മാത്രവുമല്ല, കൃത്യമായി ജയിൽ മേധാവി പറയുന്നത് 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് ഗോവിന്ദച്ചാമി ചാടിയതെന്ന്. അങ്ങനെയുള്ള ഒരു കാര്യം 6 മണിവരെ എന്തുകൊണ്ട് സിറ്റി പോലീസിനെ ജയിൽ അധികൃതർ അറിയിച്ചില്ല എന്ന് ചോദിച്ചാൽ ജയിൽ അധികൃതർ അറിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രവുമല്ല, ബൽറാം കുമാർ ഉപാധ്യായ ഒരു കാര്യം പറയുന്നു, ഞാൻ സിറ്റി പോലീസ് കമ്മീഷണറോട് സംസാരിച്ചു, അദ്ദേഹം തന്നെ നേരിട്ട് ജയിൽ മേധാവി സംസാരിച്ചു എന്നുള്ളതാണ്. ഇത് നടക്കുന്നതും 6 മണിക്ക് ശേഷമാണ് എന്നുള്ളത് ഏറെ നിർണായകമാണ്. കണ്ണൂർ ജയിലിൽ ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വലിയ സുരക്ഷാ വീഴ്ച വരുത്തിയിരിക്കുന്നു എന്നുള്ളത് ജയിൽ മേധാവി തന്നെ സ്ഥിരീകരിക്കുകയാണ്. SKN ഓക്കെ, ദീപക് തർമണാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും ചടുലമായ പോലീസ് നീക്കം നടക്കുന്നു എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. എന്നാൽ ഇയാളെ എത്രയും പെട്ടെന്ന് പിടികൂടേണ്ടതുണ്ട്. പാലിച്ചൊരു ഉത്തരവാദിത്തമാണ് കേരള പോലീസിൻ്റെ ചുമലിലേക്ക് വീണിരിക്കുന്നത്. അതും ജയിൽ അധികൃതരുടെ അവഗണനയും അപരാധവും കൊണ്ട് തന്നെയാണ്. കാര്യം ജയിൽ അധികൃതർ ഉറങ്ങിപ്പോയതാണോ എന്നറിയില്ല. എന്തായാലും അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം ഉണ്ടാകുന്ന കാര്യം സംശയമില്ല.